ഉണ്ടാവുക? ഇത് പഠിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അവിടെ നികത്താൻ പറ്റുള്ളൂ. അപ്പൊ പഠിക്കണം. എവിടുന്നാണോ അവർ കിട്ടുക അവിടെ പോയി നിങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ സ്റ്റേജിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു 6 ലെഗുള്ള ഒരു വ്യക്തി, ഒരു ലെഗിൽ 10,000 PV വന്ന്, ഒരു 6 ലെഗുള്ള നമ്മള് പിന്നെ MC ആയ വ്യക്തി, ക്രൗൺ ഡയറക്ടർ അല്ലേ, അദ്ദേഹത്തിന് 6 ലെഗിലും 10,000 PV വന്ന അദ്ദേഹത്തിന്റെ വരുമാനം എത്ര? ഇത് എവിടുന്ന സ്വപ്നം കാണാൻ പറ്റും മക്കളെ? എവിടുന്ന് ആരാണ് നമുക്ക് കൊണ്ടുവന്ന് തരാ? നമ്മൾ ഇത് നിർത്തി പോയിട്ട് ബ്രോൺസ് ആയ, സിൽവർ ആയ, ഗോൾഡ് ആയ, സ്റ്റാർ ആയ, ക്രൗൺ ആയ എത്രയോ ആളുകൾ ഒരു ദിവസം കുറവുണ്ടായത് കൊണ്ട് നിർത്തിപ്പോവാണ്. എങ്ങനെ നിർത്തിപ്പോവും? ഒരു ദിവസം വിജയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉണ്ടാകുന്നതാണോ? അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. എവറസ്റ്റ് കൊടുമുടി ആദ്യമായിട്ട് അത് കീഴടക്കിയ വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം 16 പ്രാവശ്യം മടങ്ങിപ്പോന്നു. 16 പ്രാവശ്യം. 17ാമത്തെ പ്രാവശ്യമാണ് എവറസ്റ്റ് കീഴടക്കിയത്. അദ്ദേഹത്തിന് ലണ്ടനിൽ വെച്ചിട്ട് വലിയൊരു പ്രോഗ്രാമിൽ വലിയൊരു സമ്മാനം കൊടുക്കുകയാണ്. നമ്മളെ റയ്യാനത്ത് മാഡത്തെയും നമ്മളെ ആയിഷ മാഡത്തെയും ആദരിച്ച മാതിരി ഒരു ആദരവ് കൊടുക്കുകയാണ്. അദ്ദേഹം ആദരവ് 10,000 ജനങ്ങൾ, 10,000 ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ കർട്ടൻ പൊന്തിയപ്പോ അദ്ദേഹത്തിന് 10,000 ആളുകൾ കൈയടിക്കാണ്. അദ്ദേഹത്തിന് പവർ തോന്നി, ഞാൻ വലിയ ആളായിന്ന്. പക്ഷെ അദ്ദേഹം പുറകോട്ട് നോക്കുമ്പോ എവറസ്റ്റ് കൊടുമുടിന്റെ വലിയൊരു പോസ്റ്റ്, ആ പോസ്റ്റിൽ അദ്ദേഹം നാട്ടിയ കൊടി, അതിന്റെ അപ്പുറത്തേക്ക് 100 ഫീറ്റ് ഇനിയും കയറാനുണ്ട്. അദ്ദേഹം കയറിയിട്ടില്ല. 100 ഫീറ്റ് അകലെയാണ്. 100 അടി ഇനിയും അദ്ദേഹം കയറാണ്ട്. അദ്ദേഹം തിരിച്ചു പോന്നതാണ്. അദ്ദേഹം തിരിച്ചു പോന്നപ്പോ അവിടുന്ന് അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. അദ്ദേഹം ജ്വലിച്ചു. അദ്ദേഹം എവറസ്റ്റ് കൊടുമിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എവറസ്റ്റ്, നീ ഇനി വലുതാവില്ല. പക്ഷെ എന്റെ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞാൻ നിന്നെ കീഴടക്കിയിരിക്കും. അങ്ങനെ അദ്ദേഹം എവറസ്റ്റ് കീഴടക്കി തിരിച്ചു പോന്നു. അതുപോലെയാണ് നമ്മള് ഒരു ദിവസം വന്ന് ഒരു പോകുമ്പോ PV കിട്ടിയില്ലെങ്കിൽ, നമുക്ക് വിചാരിച്ച വരുമാനം കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും ബാക്കോട്ട് പോകരുത്, മുന്നോട്ട് പോവുക. നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിക്കുന്നോ, നിങ്ങൾ വരുമാനം താഴോട്ട് പോയിട്ടില്ലേ, മുകളിലേക്ക് പോയിട്ടില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് നിർത്തിയില്ലാന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞു തരും, ഇതാണ് നമ്മുടെ ബിസിനസ്സിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. മൾട്ടി ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ്. ഒരു ദിവസം കുറഞ്ഞിട്ടില്ലെങ്കിൽ നിൽക്കുക. ആയിഷ മാഡം നിന്നത് കൊണ്ട് ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ആയിഷ മാഡമായി. റയ്യാനത്ത് മാഡം അന്ന് പിടിച്ചു നിന്നത് കൊണ്ട് ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന റയ്യാനത്ത് മാഡമായി. നമ്മുടെ മിനി മാഡം അന്ന് പിടിച്ചു നിന്നുകൊണ്ട് ഇതിലുള്ള എല്ലാ ലീഡേഴ്സും പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ചിലപ്പോ നിങ്ങൾക്ക് കുറവായിരിക്കും, ഒരിക്കലും ബാക്കോട്ട് പോവാതെ